സംസ്ഥാനത്ത് വീണ്ടും ആശങ്കയുയർത്തി ഷിഗല്ല രോഗബാധ പടരുന്നു. സാധാരണ വയറിളക്ക രോഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അതീവ ഗുരുതരമാകാൻ സാധ്യതയുള്ള ഒന്നാണ് ഷിഗല്ല ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഈ രോഗം. കുട്ടികളെയാണ് ഇത് പ്രധാനമായും ബാധിക്കുന്നത് എന്നതിനാൽ നമ്മൾ അതീവ ജാഗ്രത പുലർത്തിയേ മതിയാകും. എന്താണ് ഷിഗല്ല? ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാം? ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് 1-2 ദിവസത്തിനകം തന്നെ ലക്ഷണങ്ങൾ പ്രകടമാകും. സാധാരണ വയറിളക്ക രോഗത്തെക്കാൾ വേഗത്തിലാണ് ഇത് ബാധിക്കുക. മലത്തോടൊപ്പം രക്തമോ കഫമോ കലർന്നു പോകുന്നത് ഷിഗല്ലയുടെ പ്രധാന ലക്ഷണമാണ്. മറ്റൊന്ന്, വിറയലോട് കൂടിയ പനി അനുഭവപ്പെട്ടേക്കാം. കഠിനമായ വയറുവേദനയും ഛർദിയും. എപ്പോഴും മലവിസർജനം നടത്തണമെന്ന തോന്നലുണ്ടാകുക. ചെറിയ കുട്ടികളിൽ രോഗം മൂർച്ഛിച്ചാൽ അത് തലച്ചോറിനെ ബാധിക്കാനും അപസ്മാരം, ബോധക്ഷയം എന്നിവ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല പ്രധാനമായും പകരുന്നത്. രോഗബാധിതരായ വ്യക്തികളുടെ സമ്പർക്കത്തിലൂടെയും ഈച്ചകൾ വഴിയും രോഗം അതിവേഗം പടരാം. എങ്കിൽ കൃത്യമായ മുൻകരുതലുകളിലൂടെയും നമുക്ക് ഷിഗല്ലയെ പൂർണ്ണമായും തടയാൻ സാധിക്കും. ആഹാരം കഴിക്കുന്നതിന് മുൻപും മലവിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് 20 സെക്കൻഡെങ്കിലും നന്നായി കഴുകുക. കുടിക്കാൻ എപ്പോഴും നന്നായി തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. കിണറുകളും മറ്റു കുടിവെള്ള സ്രോതസ്സുകളും സൂപ്പർ ക്ലോറിനേഷൻ നടത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകിയ ശേഷം മാത്രം ഉപയോഗിക്കുക. പഴകിയതോ തുറന്നു വെച്ചതോ ആയ ഭക്ഷണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സിക്കരുത്. ശരീരത്തിൽ നിന്ന് ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ ORS ലായനിയോ കഞ്ഞിവെള്ളമോ ധാരാളമായി നൽകാം. ഒപ്പം കൃത്യമായ ആന്റിബയോട്ടിക് ചികിത്സയ്ക്കായി ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുക. ചെറിയൊരു ശ്രദ്ധക്കുറവ് വലിയ വിപത്തിലേക്ക് നയിച്ചേക്കാം. അതിനാൽ ജാഗ്രത പാലിക്കുക. നിലവിൽ സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്.